ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ദൈവ ഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. പ്രഭാഷകൻ 34 അധ്യായം 17 തിരുവചനം. അമേരിക്കയിലെ ആദ്യ വിശുദ്ധ ലീമയുടെ തിരുനാളാണ് നാം ഇന്നേ ദിനം ആഘോഷിക്കുന്നത്. ഓഗസ്റ്റ് 23. ഇസബെല്ല എന്നായിരുന്നു പേരെങ്കിലും സൗന്ദര്യം മൂലം ലീമയിലെ റോസ എന്നറിയപ്പെട്ടു. ചെറുപ്പം മുതലേ ത്യാഗശീലം അവൾ ശീലിച്ചു. 3 ദിവസമാണ് റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ചിരുന്നത്. മാത്രമല്ല, അരയിൽ ചങ്ങല കെട്ടുക, തലയിൽ മുൾക്കിരീടം ഇടയ്ക്കിടയ്ക്ക് അണിയുക, ആരെങ്കിലും സൗന്ദര്യത്തെ പുകഴ്ത്തിയാൽ കുരുമുളക് മുഖത്തും കൈകളിലും തേച്ചു പിടിപ്പിക്കുക, ഇതൊക്കെ അവളുടെ ത്യാഗപ്രവൃത്തികളായിരുന്നു. ഡൊമിനിക്കൻ സഭാംഗമായി അവസാന കാലഘട്ടത്തിൽ അന്ന് 2 കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. 1, എന്റെ സഹനം വർദ്ധിപ്പിക്കണം. 2, എന്റെ സഹന ശീലം, അതിനുള്ള കൃപ, അതിനുള്ള കഴിവ് വർദ്ധിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, സഹനത്തെ ഒഴിവാക്കുന്ന ഈ കാലഘട്ടത്തില് ലീമയിലെ വിശുദ്ധ റോസയെ പോലുള്ള വിശുദ്ധാത്മാക്കൾ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണെന്നോ? ചെറുതും വലുതുമായ കുരിശുകള് സ്വർഗത്തിലെത്താൻ നമ്മെ സഹായിക്കുമെന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ലീമയിലെ വിശുദ്ധ റോസയെ പോലെ ചെറിയ ചെറിയ കുരിശുകൾ വരുമ്പോൾ പരാതി കൂടാതെ അത് വഹിക്കാനുള്ള കൃപ ഇത് ശ്രവിക്കുന്ന എല്ലാവർക്കും നൽകണമേ. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.